ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ അവിയൽ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? അതിനായി ബോൺലെസ് ചിക്കൻ എടുക്കാം. ചിക്കൻ കഴുകി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ചിക്കൻ മാറ്റിവെക്കാം. അവിയലിന് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, കിഴങ്ങ് നീളത്തിലരിഞ്ഞത്, ഉള്ളി നീളത്തിലരിഞ്ഞത്, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത്, ചെറിയ ജീരകം, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. മിക്സിൻ്റെ ജാറിലേക്ക് ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് അരച്ചെടുക്കുക. അരച്ചതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേകാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കുക. ചിക്കൻ പകുതി വേവായി വെള്ളമൊക്കെ വറ്റി വന്നു. ഇതിലേക്ക് ഉള്ളി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാത്തവരൊക്കെ കഴിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി അവിയലാണ്. നീളത്തിന് അരിഞ്ഞു വെച്ച് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, നീളത്തിനരിഞ്ഞ ക്യാരറ്റ്, തക്കാളി ചേർത്ത് ഇളക്കി മൂടി വയ്ക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമ്മളിവിടെ അവിയലിൽ നിന്ന് തക്കാളിയാണ് ചേർത്തത്. തൈര് ഇഷ്ടമുള്ളവർക്ക് തൈര് ചേർക്കാം. ഒന്ന് ആവി വരുമ്പോൾ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് ഇളക്കി മൂടി വയ്ക്കാം. കഷ്ണം വെന്ത് വരുമ്പോൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.